ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ വർക്ക് തുടങ്ങുന്നത് പുലർച്ചെ 12:30 മുതലാണ് കേട്ടോ. ഞാനിപ്പോൾ കാറിലാണുള്ളത്. ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നേരെ ട്രെയിനിൽ കയറി ഇന്ന് ട്രിവാൻഡ്രം വരെ എനിക്ക് എത്തണം. ഇന്നത്തെ നമ്മുടെ തട്ടകം ട്രിവാൻഡ്രത്താണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പങ്ക്ച്വാലിറ്റി കാരണം 1:45 എത്തേണ്ട ട്രെയിൻ ഏതാണ്ട് 2 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എത്തിയത്. എന്നാലും ചേട്ടൻ അടിപൊളിയാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഓൺ ടൈം ട്രിവാൻഡ്രത്ത് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ട്രിവാൻഡ്രം ശ്രീവരാഹത്താണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ബ്രൈഡിൻ്റെ വീട് വന്നിട്ട്. അങ്ങനെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി നമ്മളൊന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ബ്രൈഡിൻ്റെ അമ്മ നമുക്ക് നല്ലൊരു ചായയൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതേ കണ്ടില്ല. എൻ്റെ പണി സാധനങ്ങൾ എല്ലാവരുടെ ബെഡിലോട്ട് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി പണി തുടങ്ങാനുള്ള പരിപാടിയാണ്. എൻ്റെ ബ്രൈഡിനെ ഞാൻ പരിചയം. ഇന്നത്തെ ബ്രൈഡ് സ്നേഹയുടെ എൻഗേജ്മെൻറ്റ് ലുക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ സ്നേഹ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. നല്ലോണം മുടി ഉണ്ടായിരുന്നു കേട്ടോ. മുടിയിലാണെങ്കിൽ നിറയെ എണ്ണ ഉണ്ടായിരുന്നു. അതെനിക്ക് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ആയിരുന്നു. ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് വലിയ പ്രയാസമൊന്നും ഇല്ലയെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷേ ഹെയറിൻ്റെ ഈ ഓയിൽനെസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഹെയർ പ്രിപ്പിംഗ് ആയിരുന്നു കേട്ടോ. ക്രിമ്പിങ് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ക്രിമ്പിങ് എല്ലാം ഒരു കണക്കിന് അവസാനിപ്പിച്ചു. നമ്മുടെ ഫേസ് മേക്കപ്പിലോട്ട് കടന്നു കേട്ടോ. ഫേസ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മുഖത്ത് അവിടെ ഇവിടെയായിട്ട് കുറ്റി കുറ്റി രോമങ്ങൾ വന്നത് കേട്ടോ. ആൾ ത്രെഡ് ചെയ്ത് ഫേഷ്യൽ ഹെയറൊക്കെ കളഞ്ഞതായിരുന്നു. പക്ഷേ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഫേഷ്യൽ റൈസർ വെച്ച് നല്ല രീതിക്ക് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്തെ ഫേഷ്യൽ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് ഈ ഫേഷ്യൽ ഹെയർ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും. അപ്പോൾ അത് കുറച്ച് അലമ്പായിരിക്കും. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ അത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ വർക്ക് വരെ ഞാൻ പൊന്നു നോക്കിയിട്ടുണ്ട്. ഇനി ഇവള് നോക്കട്ടെ. ഇപ്പൊ സാമ്പത്തികം ഇതിനെ കൊണ്ട് വർക്കിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് പോലെ വിളവിളവിളാന്ന് അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊട്ടും ബോറടിക്കത്തില്ല. ബ്രൈഡിനെ ഉറക്കാനും പറ്റത്തില്ല കേട്ടോ. ചില ബ്രൈഡ്സൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ചേർന്ന് കിടന്ന് ഉറങ്ങൂലേ. ആ വക പരിപാടിയൊന്നുമില്ല. കാരണം വെച്ചാൽ ഉറങ്ങാൻ സമ്മതിക്കില്ല. ചുമ്മാ ചളി അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് ചിലർക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ ലെൻസ് വെക്കാനായിട്ട് ആ കുട്ടീനെ നല്ല രീതിയിൽ കൺവിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വെക്കാനായിരുന്നില്ല പേടി, എടുക്കണ കാര്യം ഓർത്തിട്ടായിരുന്നു ടെൻഷൻ. പക്ഷെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി. ഈ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ലെൻസ് വെക്കുന്നത് അടിപൊളിയാണ്. നമ്മുടെ ഈ ലെൻസ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഐസിനൊരു അട്രാക്ഷനൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ലെൻസ് വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ വെക്കാം. പറ്റാത്തവരെ നമ്മൾ നിർബന്ധിച്ച് വെപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചെറിയ രീതിയിൽ പറഞ്ഞു വെക്കാം. അവർ ഓക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മേക്കപ്പ് പെട്ടെന്ന് കഴിയട്ടെ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഹെയറിൽ നല്ല പണിയുണ്ട്. നമുക്ക് ആദ്യം മേക്കപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പൊട്ടിച്ചിരിക്കില്ലേ? ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഈ ലിപ്സ്റ്റിക്ക് ഇടാനും ലിപ് ലൈൻ ചെയ്യാനുമാണ് കേട്ടോ. എനിക്കത് പരമാവധി പെർഫെക്റ്റായിട്ട് ഇടണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ ഈ ചെയ്യണത് മഹാതെണ്ടിത്തരമാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ്ലി അവരെ ചുണ്ടിലോട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മളൊരു ബ്രഷ് വെച്ചാണ് ഞാനിങ്ങനെ സംസാരിച്ച് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയതാണ്. പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നേഹക്കുട്ടിയുടെ മേക്കപ്പ് ഒക്കെ ഒരുവിധം നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സ്റ്റോൺ പൊട്ട് വേണോ ഈ ഒരു പൊട്ട് വേണോ. ഈ ഒരു പൊട്ടിനേക്കാൾ നല്ലത് സ്റ്റോൺ ആയിരുന്നു. പക്ഷേ ഇത് ഫോട്ടോയിൽ കാണുമെന്നുള്ളതായിരുന്നു നമുക്കൊരു ഡൗട്ട്
മേക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സ്നേഹയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളോട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് ലിപ്സ്റ്റിക്ക് വേണമെന്നുള്ളതൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു കുറച്ചും കൂടി ലിപ്സ്റ്റിക്ക് ഇട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ കുറച്ചും കൂടി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്നേഹയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫേസ് ലാസ്റ്റാണ് ഞാൻ കാണിച്ചത്. കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ലുക്കൊക്കെ. നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ വായിന്ന് ആ കേൾക്കുമ്പോഴുള്ള നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ടൈമിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ ഹെയർ സ്റ്റൈലിങ്ങും മേക്കപ്പും എല്ലാം ഒരുവിധം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്നേഹം മോളെ ഞാൻ അത്യാവശ്യം സുന്ദരിയാക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അടിപൊളിയായിട്ടുണ്ടെന്നാണ് സ്നേഹയുടെ ഫാമിലി, സ്നേഹയുടെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞത്. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. എനിക്ക് കുഴപ്പമില്ല. ആ വോയിസ് അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് പിന്നെ തിക്കും തിരക്കുമായി. സ്നേഹ വേഗം ഫോട്ടോഷൂട്ടിന് വേണ്ടിയൊക്കെ പോയി. അങ്ങനെ സ്നേഹയുടെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി അവിടെ സ്നേഹം അവിടെ നിന്ന് അവളുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നമുക്കിനി വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കാം. ഇന്നലെ രാത്രി മുതൽ ഒരു തുള്ളി കണ്ണടച്ചിട്ടില്ല. ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉറക്കം വരാൻ തുടങ്ങും. പക്ഷേ എനിക്ക് വീട്ടിൽ പോകാതെ ഉറങ്ങണ പരിപാടി നടക്കില്ല. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ചെറുതായിട്ട് കറങ്ങിയിട്ട് ഒരു 4:45 ആകുമ്പോൾ അവിടുന്ന് വിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ പെട്ടിയും സാധനങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളെ ഒട്ടക്കറങ്ങാനാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു പണി ചെയ്തു. നമ്മുടെ ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ AC-യുടെ ഒരു റെസ്റ്റ് റൂം ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കാനേ പറ്റുള്ളൂ. പെർ അവർ 30 റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു 11 മണിയായപ്പോഴേക്കും അവിടെ പോയിരുന്നു. പിന്നെ ഒരു 4:45 ട്രെയിൻ വരുന്ന വരെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഉറങ്ങാനൊക്കെ പരമാവധി ശ്രമിച്ചു നോക്കി, എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ട്രെയിനും ഒട്ടും അവിടെ കിടന്ന് ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ മെജുവാണെങ്കിൽ പിന്നെ എവിടെ കിടന്നാണെങ്കിലും നല്ലോണം പോത്ത് പോലെ ഉറങ്ങിക്കോളൂ. അപ്പോൾ ആൾ നൈസായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. പക്ഷേ നമുക്ക് എന്തായാലും ഉറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ 4:45 നമ്മുടെ ട്രെയിൻ വന്ന്. ട്രെയിൻ കയറിയത് റെയിൻ ഫ്ലാറ്റ്. നല്ലോണം കിടന്നുറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.